പെൺകുട്ടികൾക്കിടയിലെ ആത്മഹത്യാ പ്രവണത ആശങ്ക ഉളവാക്കുന്നതാണെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞായിഷ പറഞ്ഞു. കാസർഗോഡ് കളക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ ചേർന്ന കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ സിറ്റിംഗിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി, നിത്യാനന്ദ ബിൽഡിംഗ്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. സമൂഹത്തിൽ അടുത്ത കാലത്തായി പെൺകുട്ടികൾക്കിടയിൽ കണ്ടുവരുന്ന ആത്മഹത്യാ പ്രവണത ആശങ്ക ഉളവാക്കുന്നതും ഭയപ്പെടുത്തുന്നതുമാണെന്ന് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞായിഷ പറഞ്ഞു. കുടുംബാന്തരീക്ഷത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കുടുംബത്തിനകത്തു നിന്നും സമൂഹത്തിൽ നിന്നും പെൺകുട്ടികൾക്ക് നല്ല പിന്തുണ ലഭിക്കേണ്ടതുണ്ട്. കാസർഗോഡ് ജില്ലയിൽ കേരള വനിതാ കമ്മീഷൻ നടത്തിയ സിറ്റിംഗിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കമ്മീഷൻ അംഗം. ചെറിയ പ്രശ്നങ്ങളിൽ പോലും കുടുംബത്തിനകത്ത് തെറ്റായ രീതിയിൽ ഇടപെടുന്ന രീതിയും അവസാനിപ്പിക്കണം. കാസർഗോഡ് കളക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ ചേർന്ന കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ സിറ്റിംഗിൽ ഗാർഹിക പീഡനം, സ്വത്ത് തർക്കം, കുടുംബത്തിലെ സ്വർണം, ഭൂമി ഇടപാടുകൾ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ എന്നിവയാണ് കമ്മീഷന് മുന്നിലെത്തിയത്. സ്ത്രീകൾക്കെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ തെറ്റായ പരാമർശങ്ങൾ നടത്തുന്ന പ്രവണത വർദ്ധിച്ചു വരുന്നതായി കാണുന്നുണ്ടെന്നും സമൂഹത്തിൽ വിദ്യാഭ്യാസ നിലവാരം വർദ്ധിച്ചു വരുമ്പോഴും തെറ്റായ പ്രവണതകൾ വളർന്നു വരുന്നതായും ഇത് സ്ത്രീ ജീവിതത്തെ സാരമായി ബാധിക്കുന്നുണ്ടെന്നും കമ്മീഷൻ അംഗം പറഞ്ഞു. സമൂഹത്തിൽ അടുത്ത കാലത്തായി കണ്ടുവരുന്ന ആത്മഹത്യകൾ ഭയപ്പെടുത്തുന്നതും ആശങ്ക ഉളവാക്കുന്നതുമാണ്. കുടുംബാന്തരീക്ഷത്തിലെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നതിന് കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും പെൺകുട്ടികൾക്ക് നല്ല പിന്തുണ ലഭിക്കേണ്ടിയിരിക്കുന്നു. ചെറിയ പ്രശ്നങ്ങളിൽ പോലും തെറ്റായ രീതിയിൽ കുടുംബത്തിനകത്ത് നിന്ന് ഇടപെടുന്ന രീതി അവസാനിപ്പിക്കേണ്ടതാണ്. സ്ത്രീകൾക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തെറ്റായ പരാമർശങ്ങൾ നടത്തുന്ന പ്രവണതയും വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുന്നു. സമൂഹത്തിൽ വിദ്യാഭ്യാസ നിലവാരം വർദ്ധിച്ചു എന്ന് അവകാശപ്പെടുമ്പോഴും തെറ്റായ പ്രവണത കൂടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത് സ്ത്രീകളുടെ ജീവിതത്തെ സാരമായി ബാധിക്കുകയാണ്. സിറ്റിംഗിൽ ആകെ 52 പരാതികളാണ് പരിഗണിച്ചത്. ഇതിൽ 9 പരാതികൾ തീർപ്പാക്കി, 1 പരാതി ജാഗ്രതാ സമിതിക്ക് വിട്ടു. 42 പരാതികൾ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റിവച്ചിട്ടുണ്ട്. സിറ്റിംഗിൽ വുമൻസെൽ SI MV ശരണ്യ, വുമൻസെൽ ASI AM ശാരദ, ഫാമിലി കൌൺസിലർ രമ്യമോൾ, ജില്ലാ ജാഗ്രതാ സമിതി കൌൺസിലർ P സുകുമാരി, ICDS ജില്ലാ മിഷൻ കോർഡിനേറ്റർ അമല മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.